ഇവിടെ സീനിയറിനും ജൂനിയറിനും ഒന്നുമില്ല. എന്റെ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവരും നന്നായി അഭിനയിച്ചാൽ ഞാൻ സിനിമ നന്നായി വിജയിക്കും. അവർ എന്റെ സീനിയേഴ്സിൽ ചില ചേട്ടന്മാരൊക്കെയാണ് ഈ ബലം പിടിച്ചിരിക്കുന്ന ആൾക്കാരുള്ളത്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ പാവങ്ങളാണ്. എന്നെ എല്ലാവരും അങ്ങനെയാണ് കണ്ടത്. എനിക്ക് എന്തിനു ചെയ്യാൻ പറ്റേട്ടാ. പിന്നെ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പൊ മറഡോണ അത്രയധികം ആൾക്കാർ കണ്ടോണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതേമാതിരി സ്വാതന്ത്ര്യം അതുപോലെ തന്നെയാണ്. ഭൂരിഭാഗം ആൾക്കാർ അങ്കമാലിയുടെ അതാണ് മനസ്സിൽ കിടക്കുന്നത്. അതിങ്ങനെ കിടക്കണം എല്ലാവരുടെ ഉള്ളിൽ. ചേട്ടൻ ചോദിച്ച പോലെ ഞാൻ ഇന്നവരെ റൊമാൻസ് ചെയ്തിട്ട് വർക്കായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തല്ലൂടിയാൽ തന്നെ എന്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ നല്ല പടമാണെങ്കിൽ അവന്റെ പടം ഇറങ്ങിട്ടാ ഇന്ന് പോയി കണ്ടിട്ട് വരണാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി പോവും. എല്ലാരും വിചാരിച്ചിരുന്നു എനിക്ക് വർക്കുകളില്ല, പടങ്ങളില്ല, പരിപാടികളില്ല. കാരണം നമ്മൾ കാണുന്നില്ല. മറക്കണതിന്റെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ മറന്നിട്ടുള്ള പ്രശ്നമല്ല. നിങ്ങൾ വെറുതെ ചുമ്മാ വന്നിട്ട് പോവൂ എന്ന് ചോദിക്കുന്ന രീതിയിൽ ചെയ്തു. ഞാൻ പറഞ്ഞു എടാ നല്ലത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കല്ലേ. പകിടകളി എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ടിറ്റോ യൂക്ലാംബ് രാജൻ അങ്ങനെ പറയാം. അപ്പോൾ പകിടകളി തിയേറ്ററിലേക്ക് എത്തുകയാണ്. സാധാരണ ഒരു സിനിമ പോലെയല്ല, ഐഫോണിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്, എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. നിങ്ങളുടെയൊക്കെ ഗംഭീര റോളാണ്, ഗംഭീര പെർഫോമൻസ് ആണെന്നൊക്കെയാണ്. എന്താണ് സംഭവം? ഒരു എക്സ്പെരിമെൻ്റൽ വർക്ക് തന്നെയാണ്. ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഒരു സിനിമ മുഴുവൻ നീളം ഷൂട്ട് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു? ഞാൻ എൻ്റെ ലൈഫിൽ ഒരു എക്സ്പെരിമെൻ്റ് ആദ്യമായിട്ടാണ്. ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസുകളൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മൊബൈലിൽ. പക്ഷേ ഇത് വളരെ രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പിന്നെ പോരാത്തതിനൊരു ട്രാവൽ സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിയിലാണ് പടം വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി, അവിടെ നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റി. ഇതിൽ നിങ്ങൾ രണ്ട് നായകന്മാരാണ്. ഒന്ന് ദേവസൂര്യ പുതുമുഖമാണ് അല്ലേ? അപ്പോൾ ടിറ്റോ ആണെങ്കിൽ ഏകദേശം ഒരു 9 വർഷമായി സിനിമയിൽ വന്നിട്ട്. ദേവസൂര്യ പുതുമുഖമാണ്. അപ്പോൾ ദേവൻ പറഞ്ഞു കുറേ യാത്ര ചെയ്യാൻ പറ്റി, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതുമുഖം എന്ന രീതിയിൽ ഈ പറയുന്ന ദേവ പറഞ്ഞു ഫസ്റ്റ് ഡേ ഒക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ടിറ്റോന്റെ, പിന്നെ അതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിന് പോലെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ്? ഞാൻ ചോദിച്ചാൽ ഒരു ജൂനിയർ ആണ് പ്രായം കൊണ്ടൊക്കെ ആളായിട്ട്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ സീനിയറിനും ജൂനിയറിനും ഒന്നുമില്ല. എന്റെ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവരും നന്നായി അഭിനയിച്ചാൽ ഞാൻ സിനിമ നന്നായി വിജയിക്കും. എന്റെ പോർഷനിൽ ആൾക്കാർ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നന്നായി ചെയ്യുമ്പോഴാണ് അത് പ്രത്യേകം. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഫ്രീയും സ്വാതന്ത്ര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബലം പിടിച്ചിട്ട് ഞാൻ വലിയ നടനാന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചും നമ്മളെക്കാട്ടും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, എന്റെ സീനിയേഴ്സിൽ ചില ചേട്ടന്മാരൊക്കെയാണ് ഈ ബലം പിടിച്ചിരിക്കുന്ന ആൾക്കാരുള്ളൂ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ പാവങ്ങളാണ്. കുഴപ്പമില്ല, ഇതുവരെ വർക്ക് ചെയ്തതിൽ ഞാൻ സീനിയേഴ്സ് ചേട്ടന്മാരുടെ കൂടെ വർക്ക് ചെയ്തതിൽ ഇപ്പൊ ഒരു ആൾക്കാരൊക്കെ പാവങ്ങളാണ്. നല്ല സ്നേഹമാണ്, പക്ഷെ കാണിക്കൂല. സ്നേഹത്തിലുള്ള പ്രത്യേകതയാണ്. അപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ കുറെ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗുണ്ട സെറ്റപ്പ് റോൾ തന്നെയാണ് ഇതിലും. എന്നെ എല്ലാരും, ഞാനിപ്പോ കഴിഞ്ഞ 2-3 ഇന്റർവ്യൂകളിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞു. എന്നെ എല്ലാവരും അങ്ങനെയാണ് കണ്ടത്. എനിക്ക് എന്തിനു ചെയ്യാൻ പറ്റേട്ടാ. പിന്നെ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പൊ മറഡോണ അത്രയധികം ആൾക്കാർ കണ്ടോണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതേമാതിരി സ്വാതന്ത്ര്യം അതുപോലെ തന്നെയാണ്. ഭൂരിഭാഗം ആൾക്കാർ അങ്കമാലിയുടെ അതാണ് മനസ്സിൽ കിടക്കുന്നത്. അതിങ്ങനെ കിടക്കണം എല്ലാവരുടെ ഉള്ളിൽ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതേപോലത്തെ നല്ല വേഷം. അതിപ്പോ ഇവിടെ നേരത്തെ ഇവിടെ ഒരാൾ പാസ് ചെയ്ത് പോകുമ്പോഴും പറഞ്ഞത് അങ്കമാലിയിലെ യൂക്ലാംബ് നിൽക്കണു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. പേര് പലർക്കും അറിയില്ല എപ്പോഴും. ഇല്ല, പക്ഷെ അത് നമുക്കൊരു ഐഡന്റിറ്റിയാണ്. അത് വലിയൊരു ഐഡന്റിറ്റിയാണ്. കാരണം മനുഷ്യനായിട്ടാ പോയെ. ഇപ്പൊ നമ്മളിപ്പോ എത്ര വിജയത്തിലേക്ക് ഇനിയിപ്പോ എന്തൊക്കെ നമുക്ക് കഥാപാത്രങ്ങളും ഞാൻ ഇനി വേറെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ പോലും ആ നല്ല കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തേടി ഇങ്ങോട്ട് വരുന്ന റോളുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഗുണ്ട റോള്, വില്ലൻ റോളുകളൊക്കെ എപ്പോഴെങ്കിലും അങ്ങോട്ട് നമുക്ക് താല്പര്യമുള്ള റോളുകൾ തേടി സംവിധായകരെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? അപ്രോച്ച് ചെയ്യാറുണ്ട്. അതായത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. അതായത് എന്റെ സൗഹൃദത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ചിട്ട് കിട്ടിയത് ഏതാണ് ഒരു സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ? അങ്ങനെ ചെയ്തതിൽ ഞാൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കും. അതായത് എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വരുന്നത് അത് പടം തുടങ്ങുന്ന സമയത്തൊന്നും നമ്മളത്ര അല്ല. നിഷാദിന്റെ കാര്യമില്ല, ബാക്കി എല്ലാ സംവിധായകരും. ഇപ്പൊ നസീമിന്റെ കൂടെ ഞാൻ 144 ചെയ്തിരുന്നു. അനീഷലിയുടെ കൂടെ ഞാൻ ഗോഡ്സ് ട്രാവൽ ചെയ്തിരുന്നു. ഈ 2 പേരുടെ അടുത്ത് പടം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് എനിക്ക് നിഷാദ് തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു അംശം പോലും എനിക്ക് അന്ന് അവരുടെ അടുത്ത് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വർക്കുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തത്, കണ്ടുമുട്ടിയതും കൂട്ടി സംസാരിക്കും. പക്ഷേ ഇന്ന് അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഭയങ്കര സൗഹൃദത്തിലായി. നമുക്ക് ധൈര്യമായി, എടാ മച്ചാനെ നീ ഞാൻ അടുത്ത പടം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചോളൂ കേട്ടോ. കാരണം നമുക്ക് ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ പണി എന്ന് പറയാൻ പോസിറ്റീവ് ക്യാരക്ടർ. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുള്ള ഈ വില്ലൻ ടച്ച് റോൾ അല്ലാത്ത ഞാൻ പറയട്ടെ, അതില്
ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഏത് കുഞ്ഞൊരു ലെയർ കഥാപാത്രമാണെങ്കിലും അതിൻ്റെ വേരിയേഷൻസുകളുണ്ട്. നമുക്കിഷ്ടമുള്ള വേരിയേഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. കാരണം എനിക്ക് കുറച്ചും കൂടി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വേരിയേഷൻസ് യൂസ് ചെയ്യാം. ഇത് തന്നെ ഉപയോഗിച്ചോളണമെന്നൊന്നുമില്ല കേട്ടോ. അത് എന്നെ ഉപയോഗിക്കുന്ന സംവിധായകർക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. എനിക്കിതിൽ യാതൊരു റോളൊന്നുമില്ല. ചേട്ടൻ ചോദിച്ച പോലെ ഞാൻ ഇന്നുവരെ റൊമാൻസ് ചെയ്തിട്ട് വർക്കായിട്ടില്ല. അല്ല അത് വർക്കല്ല ഞാൻ പറയാം. അതിന്റെ പേരിൽ ഞാൻ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അല്ലാതെ ഇതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല, അതുകൊണ്ട് അഭിനയിക്കാൻ അറിയാത്ത. ഈ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് അഭിനയിക്കാം, പക്ഷെ അത് അതിന്റെ ഫീൽ എന്താണെന്നുള്ള ഒരു പിടുത്തം എനിക്ക് ഉണ്ടാകുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രേമിച്ച് കല്യാണം കഴിയാൻ തുടങ്ങിയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് എന്തൊക്കെയാണ്, അതൊക്കെ അതിന്റെ ലേയേഴ്സ് എന്താണെന്ന് മനസ്സിലായത്. കുറെ വൈകിയാണ് പ്രേമിച്ച് തുടങ്ങിയത്. അല്ലല്ല, അത് പണ്ട് തൊട്ട് നമ്മൾ പിന്നെ തേപ്പും പൊട്ടലും ഇതിങ്ങനെ കാലാകാലങ്ങളിലുണ്ടാവും കല്യാണം കഴിയുന്നവരെ. കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവും, പക്ഷെ നമ്മുടെ കുടുംബം തകരും. അതാണ് അതിന്റെ പ്രത്യേകത. പറഞ്ഞു റൊമാൻസ് പക്ഷെ ഇനി ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അല്ല, അത് ചെയ്യണമെന്നുണ്ട്. അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നടക്കട്ടെ ചേട്ടാ, അങ്ങനെയാണ് സംഭവിക്കട്ടെ. ഞാന് അങ്ങനെ ഈ നാട്ടിലൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇപ്പോഴും ആ യൂക്ലാം രാജ് എന്നുള്ള പേര് ഇപ്പോഴും ഇല്ല കിടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ടിറ്റോ ചേട്ടാ, ടിറ്റോ തന്നെയാണ്. അവിടെ ഞാൻ നടനാണെന്നോ അവിടെ ഞാനൊരു സ്റ്റാറാണെന്നോ ഒന്നൊന്നുമില്ല. ടിറ്റോ എന്ന് പറഞ്ഞ ചേട്ടാ എന്റെ കൂട്ടുകാരാട്ടാ. അതിന്റെ അത്ര സ്നേഹമുണ്ട്. എന്റെ ഇപ്പം ഞങ്ങള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തല്ലൂടിയാൽ തന്നെ എന്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ നല്ല പടമാണെങ്കിൽ അവന്റെ പടം ഇറങ്ങിയിട്ടാ പോയി കണ്ടിട്ട് വരണാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി പോവും. അത് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കേട്ടോ, അതെല്ലാരും പോയി കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്കമാലി ശരിക്കും അന്ന് റിലീസ് ആയ സമയത്ത് എവിടുന്നായിരുന്നു കണ്ടത്? അന്ന് നാട്ടിൽ നിന്ന് തന്നെയാണോ? അത് ഇവിടെ എറണാകുളത്ത്. അല്ല, ആദ്യം അങ്കമാലിയിൽ വരുന്നുണ്ട്. അങ്കമാലിയിൽ നമ്മൾ പോയിരുന്നുണ്ട്. അന്ന് നിങ്ങൾ എല്ലാരും കൂടി അല്ലെ? എല്ലാരും കൂടിയിട്ട് മൊത്തം ഇരുന്ന് കണ്ടത് അങ്കമാലിയിൽ തന്നെ. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ എറണാകുളത്ത്. അപ്പൊ ഞാൻ ഒന്ന് റോളായി. ഞാൻ എന്റെ നാട്ടില് സെക്കൻഡ് ഷോ ആയപ്പോഴേക്കും ഞാൻ ഫസ്റ്റിനൊക്കെ ആയപ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് എത്തി. തൃശ്ശൂരിൽ എന്താണെന്ന് അറിയണ്ടേ. ഇവിടെ ഞാൻ അന്ന് ഗിരിജല പോയത്. ഗിരിജലാണ് കണ്ടത്. ഒരു നല്ല എക്സ്പീരിയൻസുകളാണ് കേട്ടോ. അല്ല, അന്ന് ഈ പറഞ്ഞ പോലെ ആ സിനിമയിൽ അഭിനയിച്ച ക്രൂവില് ടിറ്റോ മാത്രമല്ല ഗിരിജല് കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ സാധാരണക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആ ഒരു എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞിറങ്ങുന്ന ഒരു എക്സ്പീരിയൻസ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഓർമ്മ നമ്മുടെ അത് തുടക്ക സമയമല്ലേ ചേട്ടാ. അത് കൂടെയുള്ള ആൾക്കാരുടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളാണ്. ചില ആൾക്കാർക്ക് ഒരു പകപ്പാണ്. അത് നമ്മൾ ചെയ്ത് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി നമ്മൾ കാണാണ്. അന്ന് അത്രയും രസകരമായിട്ട് പറഞ്ഞു വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറഡോണയാണ് എന്റെ ഓർമ്മയിൽ മറഡോണ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞ പോലെ വിചാരിച്ച പോലെ തിയേറ്ററിൽ വർക്കായില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അന്ന സമയത്ത് വെള്ളപ്പൊക്കം നടന്നു. വെള്ളപ്പൊക്കത്തിന്റെ ഒരു സമയമാണ്. നല്ല പടമാണ്. എനിക്കൊണ്ട് ടൊവിനോന്റെ കൂടെ തന്നെ ഈക്വലി എവിടെയും ചില പോയിന്റ്സിൽ ചില ഒരു പോയിന്റിൽ വരെ നിങ്ങളുടെ ക്യാരക്ടർ കയറി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ തേടി വന്നത് തന്നെയല്ലേ? അങ്കമാലി കണ്ടിട്ട് വിളിച്ചത് തന്നെയല്ലേ? അല്ല, അത് കണ്ണേട്ടൻ അന്ന് ഓഡീഷൻ ഉണ്ടായിരുന്നു. കണ്ണേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റർ അങ്കമാലിയുടെ അസോസിയേറ്റ് ആണ്, ചീഫ് അസോസിയേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ കണ്ണേട്ടൻ എൻ്റെ ഓഡീഷനിൽ കണ്ണേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ മറഡോണയ്ക്ക് സാധിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. നല്ല ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞാൽ അതിനെ വെല്ലുന്ന ഒരു സാധനം വരണം അല്ലെ? അതിന് വെല്ലുന്ന സാധനങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടിരിക്കുന്നത് ഇറങ്ങാനുണ്ട്. അതായത് എല്ലാവരും വിചാരിച്ചിരുന്നത് എനിക്ക് വർക്കുകളില്ല, പടങ്ങളില്ല, പരിപാടികളില്ല. കാരണം നമ്മൾ കാണുന്നില്ല. മറക്കണേന്റെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ മറന്നിട്ടുള്ള പ്രശ്നമല്ല. നിങ്ങൾ വെറുതെ ചുമ്മാ വന്നിട്ട് പോവോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ചെയ്തു. ഞാൻ പറഞ്ഞു, എടാ നല്ലത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കല്ലേ. ഇപ്പൊ നിങ്ങളുടെ ഒരു അങ്കമാലി ടീം പലരും പല വഴിക്കാണ്. എല്ലാരും അപ്പാനൊക്കെ എല്ലാവരും ഇപ്പോഴും ലൈവായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞത് സിനിമകൾ കുറെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റാത്ത കുറെ ഉണ്ടോ? ഞാൻ പറഞ്ഞ ഒരു മമ്മൂക്ക സിനിമ, ഒരു ലാലേട്ട സിനിമ, അതൊക്കെ ഇപ്പോഴും ആഗ്രഹം ഉണ്ടോ? എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് നല്ല ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചാൽ അല്ലല്ല, ഞാൻ ശ്രമിക്കുന്ന വെച്ചാൽ ഇപ്പം നമ്മുടെ അറിയുന്ന, ഞാൻ പറഞ്ഞില്ല, അറിയുന്ന ബന്ധങ്ങളാണ് എനിക്ക് ഈ സിനിമ ഇൻഡസ്ട്രിക്കുള്ള ബന്ധങ്ങൾ എനിക്ക് കുറവാണ്. ഞാൻ ഒരു മോശപ്പെട്ട ബന്ധങ്ങൾ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടാത്ത ഒരു മനുഷ്യനാണ്. തൃശ്ശൂർ വീട്ടിലാണ്, സിനിമാകാരനായിട്ടില്ല. ഇത് എന്റെ ജോലിയാണ്, ഇത് എന്റെ തൊഴിലാണ്. കാരണം ഞാനിത് ഐച്ഛികമായിട്ട് പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ പൊന്നേട്ടന്റെ നല്ലൊരു ആയുസ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് ഞാൻ എടുത്തത് എന്റെ മെയിൻ കാരണം ഇത് എനിക്ക് വർക്കായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതെൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്താണ് വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ കൊല്ലം കുറേ എല്ലാ ജോലിക്കും പോയിട്ട് പിടുക്കാത്ത പണികളില്ല,
അപ്പൊ അവൻ ചോദിച്ചു നിന്നെ എവിടെയാണ് അംഗീകരിച്ചിട്ടില്ലേ ചോദിച്ചു. ഞാൻ എല്ലായിടത്തും ആലോചിച്ചിട്ട് ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല എന്നെ ആ കൂടി അംഗീകരിച്ചിട്ടുള്ള സ്റ്റേജിൽ മാത്രമാണ്. അവിടെ നിന്നുള്ള കയ്യടികളാണ്. ഞാൻ പറഞ്ഞ എന്നെ സ്റ്റേജിലാണ് അംഗീകരിച്ചിട്ടുള്ള എല്ലാവരും. അപ്പൊ അവൻ പറഞ്ഞ കല തൊഴിലല്ലടാ. ഷായി എന്ന് പറഞ്ഞ സുഹൃത്ത് കരിയിൽ വെച്ചിട്ട് ഐശാന്റെ ചായക്കടയിൽ വെച്ചിട്ട് ചോദിക്കുന്നത് കല തൊഴിലല്ലടാ. എനിക്ക് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തിരിഞ്ഞ് കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാളം ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് ഞാനിത് കുറേ ട്രൈ ചെയ്യുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വീട്ടുകാർ സമ്മതിക്കാതും അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നമുള്ളതിനോട് ഞാൻ നിന്ന് ജോലിക്ക് പോകണം. എൻ്റെ ഇടയിൽ കൂടെ പഠിക്കും. ഞാൻ കോപ്പറേറ്റീവ് ലിറ്ററേച്ചർ കഴിഞ്ഞ് ആ ഗ്യാപ്പിലാണ് ചോദിക്കുന്നത്. അപ്പം എനിക്കൊരു ടേണിംഗ് പോയിന്റ് കിട്ടി. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ അവിടെ നമുക്കൊരു അവസരം കിട്ടിയത്. പക്ഷെ അവിടെ ചോദിച്ചൊരൊറ്റ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂവിന് സ്പോണ്ടേനിയസ് ആണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ കിട്ടി. പിന്നെ അത് ഞാൻ ചോദിച്ചു ഒരു മാഷിനടുത്ത് എന്തിനാ മാഷ എനിക്ക് സീറ്റ് തന്നെ. ആൾ കുറേ ചിരിച്ചു. കാരണം അന്ന് ഞാൻ അത്യാവശ്യം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ല ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അന്ന് കയറി വന്നു. അപ്പൊ ആള് പറയണ ചിലവരെ കണ്ടാ അങ്ങനെ അറിയാൻ പറ്റും. ഒരു ഇംപ്രഷൻ പിന്നീട് അങ്കമാലിക്ക് കഴിഞ്ഞ് അത്യാവശ്യം പടങ്ങളൊക്കെ ആയിട്ട് പിന്നീട് അവിടെ പോകാറുണ്ടാവില്ല ഇപ്പോഴും? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന മാഷന്മാരൊക്കെ ഇപ്പോഴും പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഞാൻ പടം ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കാൻ അന്ന് നമ്മുടെ ശ്യാം അണ്ണൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞാൻ 100 നാടകങ്ങളൊക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പാടങ്ങള് ശ്യാമേട്ടനായിരുന്നു കൂടെ. ശ്യാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനാണ് ഡൗൺ ആയിട്ടിരിക്കുന്നത്, ഡൗൺ ആവല്ലേ, പ്രാക്ടീസിന് പോകും, പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഞാൻ ഒരു പടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെയും സ്റ്റക്കായി കിടക്കുന്നില്ല. വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ല, ഒരു പരിപാടി ഇല്ല, എപ്പോഴും ആക്റ്റീവ് ആണ്. സിനിമയിൽ ബ്രേക്ക് വന്നപ്പോൾ നാടകത്തിലേക്ക് പോകും. അത് അങ്ങനത്തെ പരിപാടികൾ എടുക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രാക്ടീസുകൾ ചെയ്യും. എനിക്ക് എന്റെ ആക്ടിങ് എക്സസൈസുകൾ, ആ തിയറീസ് അങ്ങനെ കുറെ പഠിച്ചത് മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ പോകുന്നു. അപ്പൊ എന്തായാലും പകടകളി എക്സ്പെരിമെന്റൽ മൂവി, അതെ, എന്താ പറയാ, യുക്ലാം രാജനെ വെല്ലുന്ന ഒരു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഇടയിൽ നിങ്ങളെല്ലാരും വിട്ടുപോയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെയാണ് യുക്ലാം രാജനെ വെല്ലുന്ന ഒരു സാധനമായിരിക്കും സബാൻ അല്ലേ? ആവട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി വരും. നിങ്ങൾ ഇതിലിപ്പോ അതിൽ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കരുത്. തുടർന്നും പടങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പൊ അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പൊ ഈ സിനിമ ഫസ്റ്റ് ഡേ എവിടുന്നായിരിക്കും? എറണാകുളത്തായിരിക്കും. എറണാകുളത്തുനിന്നായിരിക്കും. തൃശ്ശൂർക്കാരുടെ കൂട്ടായ്മയാണ്, ഒരുപാട് തൃശ്ശൂർക്കാരാണ്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളത് ആഗ്രഹിച്ചു തൃശ്ശൂരിൽ നിന്ന് പടം കണ്ടാലോ എന്ന് ചോദിച്ചു. നിഷാദ് പറഞ്ഞു വേണ്ട, നമുക്ക് എറണാകുളത്ത് വന്നിരുന്ന് കാണാം. കാരണം ഒരുപാട് സിനിമാ സൗഹൃദങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് കാണാനും ഗ്യാദർ ചെയ്യാനും എങ്ങനെയുണ്ട് വർക്കുന്ന അഭിപ്രായമൊക്കെ ചോദിക്കാനും പറ്റുള്ളൂ. അപ്പൊ എന്തായാലും സംഭവിക്കട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പടം കണ്ടിട്ട് നമുക്ക് കാണാം. ഓക്കെ, സത്യം.